എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ ജനറലിനെയും അതേപോലെ തന്നെ ഷിയുവിനെയും കാണിച്ചുകൊണ്ടാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആണെങ്കിൽ അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ജനറലിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഷിയുവിൻ്റെ ഗെയിമിലുള്ള ഹസ്ബൻഡില്ലേ, അവൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഷിയു പറയും, എനിക്കിവിടുന്ന് പോയേ പറ്റത്തുള്ളൂ, അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവുമെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ജനറൽ പറയും, നീ എങ്ങോട്ടേക്കും പോകേണ്ട ആവശ്യമൊന്നുമില്ല, അവനെ ആണെങ്കിൽ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജനറലാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെയുള്ള തിയേറ്ററിലെ ലൈറ്റ് അങ്ങ് ഗൺ ചെയ്ത് പൊട്ടിച്ചു കളയും. അതുകൊണ്ട് തന്നെ അവിടെ നല്ലതുപോലെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഷിയുവിന്റെ ഹസ്ബൻഡായിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ ഇല്ലേ, അവനായിരുന്നാലും നമ്മളുടെ ഷിയുവിനെ കാണാനൊന്നും പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ജനറലാണെങ്കിൽ ഷിയുവിനെ വിളിച്ചുകൊണ്ട് വേറൊരു വാതിൽ വഴി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആണെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ അവൾ അതിൻ്റെ പാർട്ടായിട്ട് ഇവൻ്റെ അടുത്ത് പറയും, ഞാൻ എന്തായിരുന്നാലും എൻ്റെ ഡ്യൂട്ടീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് ബായ് പറഞ്ഞ് അവൾ അവിടെ നിന്നങ്ങ് പോവും. ഇവിടെയായിട്ട് നമ്മളുടെ ജനറലിനായിരുന്നാലും വിചാരിക്കും, ഇവൾ എൻ്റെ പോക്കറ്റിൽ എന്തെങ്കിലും വെച്ച് കാണുമോ എന്നും പറഞ്ഞിട്ട് അവനവൻ്റെ പോക്കറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അതിനകത്ത് എല്ലാ തവണയും നമ്മളുടെ ഷിയു ആണെങ്കിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അവനെ പോലീസ് പിടിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ടോക്കൺ ആയിരിക്കത്തില്ലേ വെക്കുന്നത്. എന്നാൽ ഇത്തവണ നേരെ മറിച്ച് അവളാണെങ്കിൽ നമ്മളുടെ ജനറലിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുലയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കാണുന്നത് നമ്മളുടെ ഈ ജനറൽ ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. അവൻ വേഗം തന്നെ നമ്മളുടെ ഷിയുവിൻ്റെ പുറകെ ഓടി വരും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഷിയു ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ അവളുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്തിരിക്കുന്നതേ അങ്ങനെയാണ്. അതേപോലെ തന്നെ അവൾക്ക് റിയൽ ലൈഫിലുള്ള അവളുടെ ക്യാരക്ടർ ഇവിടെ പ്രൂവ് ചെയ്യണമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ജനറൽ വന്നിട്ട് അവളെ പിടിച്ചിരുത്തി ചോദിക്കും, നീ എന്താണ് എല്ലാ തവണത്തെയും പോലെ ഇത്തവണ എൻ്റെ കൂടെ പ്ലേ ചെയ്യാത്തത് എന്ന്. എല്ലാ തവണയും നീ എന്നെ തോൽപ്പിക്കാനല്ലേ നോക്കുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു പറയും, ആരാണോ ജയിക്കുന്നത് അവരുടെ കൂടെ നിൽക്കുന്നതല്ലേ ഏറ്റവും നല്ലത് എന്ന്. യഥാർത്ഥത്തിൽ അത് അവളുടെ ക്യാരക്ടറിൻ്റെ തന്നെ ഡയലോഗായിരുന്നു. ഇങ്ങനൊരു മാസ് ഡയലോഗ് അടിച്ചിട്ടാണ് നമ്മളുടെ ഷിയു അവിടുന്ന് പോകുന്നത്. കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഷിയുവിൻ്റെ ആ ബെസ്റ്റ് ഫ്രണ്ടും അതേപോലെ തന്നെ അവളുടെ ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് അവരുടെ ആ ഒരു ക്ലൈൻറ്റ് ഇല്ലേ, അവനെ പിടിച്ചെടുത്ത് സംസാരിക്കുന്നതാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അവൻ നമ്മളുടെ ഷിയുവിനെ പറ്റിയിട്ട് ഒരുപാട് മോശം കാര്യങ്ങളൊക്കെ പറയും. അവനിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഭയങ്കര ഡബിൾ ഫേസ്ഡ് ആയിട്ടുള്ളൊരു പെണ്ണാണ്, അവൾ എപ്പോഴും ആ ജനറലിൻ്റെ കൂടെയാണ് കറങ്ങി നടക്കുന്നത്, എന്നിട്ട് അവൾ എന്നെ സെഡ്യൂസ് ചെയ്യാൻ നോക്കിയെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയുവിൻ്റെ ഫ്രണ്ട് അടങ്ങിയിരിക്കുമെന്നാണോ. അവൾക്കാണെങ്കിൽ നല്ലതുപോലെ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവൾ പറയും, എന്നെ പറ്റിയാ ഇങ്ങനെയൊക്കെ മോശം പറയുന്നത്, എൻ്റെ ഫ്രണ്ടിനെ പറ്റിയിട്ടാണോ പറയുന്നത്, നീ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുതെന്നും പറഞ്ഞിട്ട് നമ്മളുടെ ഷിയുവിൻ്റെ ഫ്രണ്ടായിരുന്നാലും അവിടെ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും. ഇത് കേൾക്കുന്നതും ആ ക്ലയൻറ്റിന് നല്ല ദേഷ്യം വന്നിട്ട് അവൻ വേഗം തന്നെ നമ്മളുടെ ഷിയുവിൻ്റെ ഫ്രണ്ടിൻ്റെ മുഖത്തായിട്ടൊരു അടി അങ്ങ് വെച്ചു കൊടുക്കും. ഇത് കാണുന്നേ നമ്മളുടെ ഷിയു കണ്ടുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഇരട്ടി ഫോഴ്സിലാണ് അവൾ അവൻ്റെ മുഖത്തിട്ട് ഒരു വലിയൊരു അടി വെച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ അവനവിടെ ഭയങ്കരമായിട്ട് ബഹളം വെക്കാൻ തുടങ്ങും. അവൻ ചോദിക്കും, നീ ആരുടെ ദേഹത്താ കൈവച്ചേന്ന് അറിയാവോ എന്നും പറഞ്ഞിട്ട് ഇവളെ പിടിച്ച് തള്ളി മാറ്റുന്നതാ. അവിടെയായിട്ട് ഒരു വലിയ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ആ സ്റ്റാച്ചു ആണെങ്കിൽ നമ്മളുടെ ഷിയുവിൻ്റെ ദേഹത്തോട് വീഴാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ ഒരാൾ വന്നിട്ട് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അത് വേറെ ആരുമല്ല, നമ്മളുടെ ജനറൽ തന്നെയായിരുന്നു. അവൻ്റെ കൈക്ക് ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇത് കാണുന്നേ നമ്മളുടെ ഷിയുവും ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. പെട്ടെന്ന് തന്നെ വലിയതായിട്ട് ആൾക്കാരൊക്കെ കൂടും. ഇവിടെയായിട്ട് നമ്മളുടെ ജനറലായിട്ടുള്ള യു ഇല്ലേ, അവനാണെങ്കിൽ എല്ലാവരത്തും പറയും, എല്ലാവരും ഇത് വലിയ മൈൻഡൊന്നും ആക്കണ്ട, അവരവരുടെ കാര്യങ്ങൾ ചെയ്തോ എന്ന്. പെട്ടെന്ന് തന്നെ എല്ലാവരും നല്ലതുപോലെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ആക്കും. ഇവിടെ നമ്മളുടെ ഷിയു ആണെങ്കിൽ ഭയങ്കര ടെൻഷനിലായിരുന്നു. അവളാണെങ്കിൽ വിചാരിക്കുന്നത് തന്നെ നമ്മളുടെ ജനറലിൻ്റെ കൈക്ക് എന്തെങ്കിലും പറ്റുമോ എന്നാ. എന്താണെന്ന് വെച്ചാൽ ഇനി ഉടനെ തന്നെ ഒരു വലിയ കോമ്പറ്റീഷൻ വരുമല്ലേ, ആ കോമ്പറ്റീഷനിലെല്ലാം ഇവൻ്റെ കൈ തന്നെയാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള സംഭവം. അങ്ങനെ നമ്മളുടെ ഷിയു ആണെങ്കിൽ ആ ഗെയിമിങ്ങിൻ്റെ റൂമിൻ്റെ അടുത്തായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും. എന്നിട്ട് നമ്മുടെ ജനറലിനെയും കൊണ്ട് അവൾ നേരെ ഹോസ്പിറ്റലായിട്ട് പോകും. എന്നിട്ട് ഡോക്ടറിനെ കാണിച്ച് എല്ലാ ചെക്കപ്പും നടത്തും. ഡോക്ടർ അവിടെ പറയുന്നതെന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഇത് ചെറിയ ഒരു നീര് വെച്ചത് മാത്രമേ ഉള്ളൂ, അത് 2-3 ദിവസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെയാവും എന്ന്. എന്നാലും നമ്മളുടെ ഷിയുവിന് ഭയങ്കര സങ്കടമായിരുന്നു. അവൾ ഭയങ്കര ടെൻഷനിലുമാണ്. കാര്യം അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അവൻ്റെ കൈ ഇപ്പം ഇങ്ങനെയൊക്കെ ആയത്. അങ്ങനെ നമ്മുടെ ഷിയു ആണെങ്കിൽ ജനറലിനെയും കൊണ്ട് നേരെ അവൻ്റെ വീട്ടിലായിട്ട് വരും. അവൾ തന്നെ ഡ്രൈവ് ചെയ്തൊക്കെ കൊണ്ടുവരുന്നത്. എന്നിട്ട് അവളാണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് ഫുഡും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. വേറെ ഒന്നുമല്ല, അവളുടെ പേരൻസ് കൊടുത്തു വിട്ട ആ ഒരു ക്രാബ് തന്നെയായിരുന്നു. അതാണെങ്കിൽ ഇത്രയും ദിവസം നമ്മളുടെ ഷിയുവിന് വേണ്ടിയിട്ട് യു അത് സൂക്ഷിച്ചു വെച്ചിരുന്നതാ.
ഇവിടെയായിട്ട് നമ്മളുടെ യുവിൻ്റെ കയ്യിലായിട്ട് ഒരു പെൻഡന്റ് പോലത്തെ സംഭവമുണ്ട്. ഈ നമ്മളുടെ യുവിനെ സംബന്ധിച്ച് ഭയങ്കര വിലപ്പെട്ട ഒന്നായിരുന്നു. എന്നാലും അവനത് നമ്മളുടെ ഷിയുവിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അവൾ ആ പെൻഡന്റ് തുറന്നു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നേ അതിനകത്തൊരു അച്ഛൻ്റെയും മോൻ്റെയും ഫോട്ടോ ഉണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മളുടെ യു തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ഫൈറ്റ് നടന്ന സമയത്താണ് ഇവിടെ വേറൊരു കാര്യം കൂടി റിവീൽ ആവുന്നത്. നമ്മളുടെ യു ആണെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം നല്ലതുപോലെ ഓർഡർ കൊടുക്കും. പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആൾക്കാർ പറയും, ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കാനൊന്നും പറ്റത്തില്ല, ഈ ഗെയിമിൻ്റെ യഥാർത്ഥ ഓണർ വന്ന് സംസാരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതൊക്കെ കേൾക്കാൻ പറ്റത്തുള്ളൂ എന്ന്. എന്നാൽ ഇവിടെയായിട്ട് നമ്മളുടെ യു എല്ലായിടത്തും പറയും, ഈ ഗെയിമിൻ്റെ ഓണർ വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ഇതിനകത്തുള്ള മെയിൻ ഷെയർസ് എല്ലാം വാങ്ങിയിരിക്കുന്ന ഞാനാണ്. അതായത് നമ്മളുടെ ഈ ഗെയിമിൻ്റെ ഓണറായിട്ടിരിക്കുന്ന ചെറുക്കനില്ലേ, അത് വേറെ ആരുമല്ല, നമ്മളുടെ യുവിൻ്റെ ഫ്രണ്ട് തന്നെയാണ്. ഇവന്മാർ രണ്ടുപേരും കൂടി പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ഒരു ഗെയിമാണ് ഇത്. എന്നാൽ അവൻ്റെ കൂട്ടുകാരനെ മാത്രമേ എല്ലാവർക്കും ഓണറാണെന്ന് പറഞ്ഞ് അറിയത്തുള്ളൂ. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ യുവിനെ തന്നെയാണ്. അവനാണെങ്കിൽ ഇരുന്ന് ചിന്തിക്കും, ഞാൻ യഥാർത്ഥത്തിൽ ഈ ഒരു ഗെയിമിലോട്ട് ഇൻവോൾവ് ആവാനുള്ള റീസൺ തന്നെ എനിക്ക് മറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമെന്ന് വെച്ചാൽ അത് ഈ ഗെയിം മാത്രമാണ്. അതൊക്കെ കൊണ്ടാ. എന്നാൽ ഈ ഷിയു എന്തുകൊണ്ടായിരിക്കും എപ്പോഴും ഈ ഗെയിമിനകത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കതിൻ്റെ കാരണമൊന്നും അറിയത്തില്ല. എന്നാൽ നമ്മളുടെ ഷിയുവിനാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയാത്ത ഒരുപാട് റീസൺസ് ഉണ്ട്. ഷിയുവിൻ്റെ ജോലിക്കാര്യത്തെ പറ്റി അവളുടെ പേരൻസിന് യാതൊരുവിധ ധാരണയും ഇല്ല. അതേപോലെ തന്നെ അവളുടെ സ്റ്റാറ്റസ് അതെല്ലാം അവളെ ഇതിനകത്ത് നല്ലതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ആ ഗെയിമിലുള്ള ടീം മെമ്പേഴ്സ് ഇല്ലേ, അവരെല്ലാവരോട് ചേർന്നിട്ട് ഇവരുടെ പേരിലുണ്ടായിരുന്ന ആ ഒരു ചീത്ത പേര്, അതായത് നമ്മളുടെ ഷിയു അവിടെ കിടന്ന് അടി ഉണ്ടാക്കിയില്ലേ, അതേപോലെ തന്നെ ഒരാളെ എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്തില്ലേ, അത് നല്ലതുപോലെ വൈറലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഗെയിമിലുള്ള ക്രൂ മെമ്പേഴ്സ് എല്ലാം അക്കാര്യത്തിൽ നല്ല ടെൻഷനിലാണ്. കാര്യം അവിടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആരും ആ ഗെയിം കളിക്കാൻ വരാണ്ടാവത്തില്ലേ. അങ്ങനെ ഇവരാണെങ്കിൽ അയാൾ ആരാണെന്നുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കൊക്കെ നടത്തും. അപ്പോഴാണ് മനസ്സിലാവുന്നത് അയാളിപ്പോൾ പുതുതായിട്ട് ആ ഒരു സ്ഥലത്തായിട്ട് ജോയിൻ ചെയ്ത് അവിടെയുള്ള കടകളുടെയും സ്റ്റോറുകളുടെയും എല്ലാം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരാളാണ് എന്ന്. അയാളത്ര നല്ല ആളൊന്നുമല്ല, ഭയങ്കര റൂഡായിട്ട് ആൾക്കാരെ എല്ലാം നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാൻ നോക്കുന്ന ടൈപ്പ് ഒരാളാണ്. ഇതറിയുന്നതും നമ്മളുടെ യു ആയിരുന്നാലും ഒന്ന് ടെൻഷനാവും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ഷിയുവിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത് തന്നെ അവളുടെ ഫ്രണ്ടിൻ്റെ ആ ഒരു സ്റ്റോറിൻ്റെ മുകളിലായിട്ടല്ലേ. അവൾ അങ്ങനെ ആ സ്റ്റോറിൽ കയറാൻ വേണ്ടിയിട്ട് വരുന്നതും കറക്റ്റ് സമയത്ത് തന്നെ അയാൾ അവിടോട്ട് വരും. എന്നിട്ട് അയാൾ ചോദിക്കും, ഷിയു നീ ഇവിടെയാണോ താമസിക്കുന്നത് എന്ന്. എന്നിട്ട് അയാൾ കടയിലായിട്ട് കയറി വന്നിട്ട് പറയും, എൻ്റെ പവർ എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ, ഈ ഒരു കടയെ കടയായിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, നീ ഇതിനെ വീടായിട്ട് യൂസ് ചെയ്യുന്നൊന്നും ഞാൻ കേട്ടല്ലോ, അതെന്തായിരുന്നാലും നീതിക്ക് നിരക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നീ എൻ്റെ അടുത്ത് ക്ഷമ പറയണം, ഇല്ല എന്നുണ്ടെങ്കിൽ എന്നും പറഞ്ഞിട്ട് അയാൾ നമ്മളുടെ ഷിയുവിനെ എങ്ങനെയെങ്കിലും മുതലെടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. അയാൾ അവളുടെ അടുത്ത് അപ്രോച്ച് ചെയ്ത് വരാനൊരുങ്ങും. അയാൾ പറയുന്നത് തന്നെ, നീ എൻ്റെ കൂടെ ഡ്രിങ്ക് കഴിക്കുകയും എൻ്റെ കൂടെ ഡിന്നർ വരെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം കണ്ണടച്ച് വിട്ടേക്കാം എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു അവിടെ പറയും, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല, ഞാൻ നാളെ തന്നെ ഇവിടുന്ന് ഷിഫ്റ്റ് ആയിക്കോളാം എന്ന്. ഞാൻ കാരണം എൻ്റെ കൂട്ടുകാരിക്ക് യാതൊരുവിധ പ്രശ്നം വരാനും ഞാൻ സമ്മതിക്കത്തില്ല. എന്നാൽ ഇത് കേൾക്കുന്നതും ഉടനെ തന്നെ അയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇത്രയും കാലം ഇവിടെ താമസിക്കുമായിരുന്നില്ലേ, എൻ്റെ കയ്യിൽ അതിൻ്റെ CCTV ഫുട്ടേജും ഉണ്ട്, ഞാൻ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹോഷിയോ ആണെങ്കിൽ നേരെ യുവിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്, അതായത് അവളുടെ മാനേജറിനെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവൾ പറയും, എന്തായിരുന്നാലും നിങ്ങളുടെ കൈ വയ്യാണ്ടിരിക്കുകയല്ലേ, നിങ്ങളെ എല്ലാ ദിവസവും ഞാൻ വണ്ടി ഓടിച്ച് ഡ്രോപ്പ് ചെയ്യണം, അതേപോലെ തിരിച്ചു കൊണ്ടാക്കണം, നിങ്ങൾക്ക് കുക്ക് ചെയ്ത് തരണം, എന്തുകൊണ്ട് ഞാൻ ആ വീട്ടിൽ വന്ന് താമസിച്ചൂടെ, എന്തായിരുന്നാലും അവിടെ 2 റൂം വേക്കൻ്റായി കിടക്കുകയല്ലേ, അതിനകത്ത് ഒന്നിൽ ഞാൻ താമസിച്ചു എന്ന് പറഞ്ഞിട്ട് വേറെ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ നമ്മളുടെ ഹോഷിയോന് അത് ചോദിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും അവൾ അവളുടെ നിവൃത്തികേടുണ്ടാണ് ഇപ്പം അവൻ്റെ അടുത്ത് ഇങ്ങനൊരു ഹെൽപ്പ് വന്ന് ചോദിക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യു ആണെങ്കിൽ അവളുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, എന്തായിരുന്നാലും ആ ഒരു ആഗ്രഹം നീ മനസ്സിൽ തന്നെ വെച്ചാരെ എൻ്റെ കൂടെ താമസിക്കാമെന്ന് നീ വിചാരിക്കേ വേണ്ട എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ യുവിനെ തന്നെയാണ്. അവനാണെങ്കിൽ അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ഒരാൾ പറഞ്ഞിട്ട് അവൻ അറിയും, അതായത് ഈ പരിസരത്തുള്ള എല്ലാ സ്റ്റോറുകളുടെയും മുകളിലായിട്ട് ആരെങ്കിലും താമസിക്കുന്നുണ്ടെന്ന് ഇവിടെയുള്ള അതോറിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഭയങ്കര
പ്രശ്നമായിട്ട് ഏറ്റെടുത്തിരിക്കുക. പുതിയ ഒരാൾ വന്നിട്ടുണ്ടോ അയാൾ അതെല്ലാം ഇപ്പം നോക്കുന്നുണ്ട് എന്ന്. ഇതറിയുന്നത് നമ്മളുടെ യുവിൻ്റെ മൈൻഡിലോട്ട് ആദ്യമേ പോകുന്നത് നമ്മളുടെ ഷിയുവിൻ്റെ കാര്യം തന്നെയായിരുന്നു. അതേപോലെ തന്നെ ഷിയു ആയിരുന്നാലും അവിടെ കടയിൽ വരുന്ന ഒരു കോൺട്രാക്ടറിൻ്റെ അടുത്ത് അവൾക്ക് വേണ്ടിയിട്ട് റൂം നോക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എങ്ങും റൂം വേക്കൻ്റ് ആയിട്ടില്ല, അതുകൊണ്ട് റൂം കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു വേറൊരു കാര്യം അറിയും. അതായത് നമ്മളുടെ യു ആണെങ്കിൽ ഇപ്പോൾ ആ കോളനി പോലത്തെ അപ്പാർട്ട്മെൻറ്റിലല്ലേ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ആ കോളനി ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു കോമ്പറ്റീഷനില്ലേ, ആ കോമ്പറ്റീഷൻ നടത്തുന്നയാളാണെങ്കിൽ പണ്ട് താമസിച്ചിരുന്നത് ഇതേപോലൊരു കോളനിയിലായിരുന്നു. അയാൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറീസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതിൻ്റെ ഒരു തീം പിടിച്ചിട്ട് ഇവന് കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്ന് കണ്ടിട്ടാണ് നമ്മളുടെ യു ഇപ്പോൾ അങ്ങനെ ഒരു നീക്കം തന്നെ നടത്തിയിരിക്കുന്നത്. ഇതറിയുന്നത് നമ്മളുടെ ഷിയു ആയിരുന്നാലും മനസ്സിൽ വിചാരിക്കും, അവൻ്റെ ബുദ്ധി അപാരം തന്നെയാണ്, ഞാൻ പോലും വിചാരിക്കാത്ത രീതിയിലല്ലേ അവൻ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മളുടെ ഷിയു വീണ്ടും നമ്മളുടെ യുവിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അവൾ പറയും, നീയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് രണ്ടുപേർക്കും ലിവിങ് ടുഗദറായി താമസിച്ചാൽ എന്താ കുഴപ്പം? എന്തായിരുന്നാലും ഒരു എംപ്ലോയി അതേപോലെ തന്നെ ഒരു ബോസ് എന്നുള്ള രീതിക്ക് നമുക്ക് ഒരുമിച്ച് താമസിച്ചെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുമല്ല നമ്മളുടെ കോമ്പറ്റീഷൻ്റെ ആ ഒരു ടൈമും അടുത്ത് വരെയല്ലേ, അതിൻ്റെ ഡെഡ് ലൈൻ അടുക്കുന്നതനുസരിച്ച് നമുക്ക് ജോലിയും കൂടുമല്ലേ. അപ്പോൾ അങ്ങനൊരു കാര്യം ചെയ്യുന്നത് തന്നെയായിരിക്കും ഇതിൽ ഏറ്റവും ബെറ്റർ എന്നൊക്കെ അവൾ പറയും. ഇവിടെയായിട്ട് നമ്മളുടെ യുവിനായിരുന്നാലും കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവനറിയാം, അതായത് നമ്മളുടെ ഹുഷിയും ഇപ്പം നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഫ്രണ്ടിൻ്റെ ആ ഒരു സ്റ്റോറിൻ്റെ മുകളിലായിട്ടല്ലേ. റെസ്ട്രിക്ഷൻസ് കാരണം അവൾക്കിപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ യു ആണെങ്കിൽ ഒരുപാട് കടുംപിടുത്തമൊന്നും കാണിക്കത്തില്ല. അവൻ പെട്ടെന്ന് തന്നെ അവിടെ ഓക്കെ പറയും. അവൻ പറയുന്നത് തന്നെ എത്രയും പെട്ടെന്ന് നിനക്ക് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ആവുക എന്നാണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹുഷിയുനായിരുന്നാലും നല്ല സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഷിയു ആണെങ്കിൽ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇതെങ്ങനെ അവതരിപ്പിക്കുമെന്നും പറഞ്ഞിട്ട് ആലോചിച്ചിരിക്കുന്നതാണ്. അവളുടെ ഫ്രണ്ട് അവിടെ വരുന്നതും ഈ ഒരു സംഭവം അറിഞ്ഞിട്ട് അവൾ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും റിയാക്ട് ചെയ്തൊന്നുമില്ല. അതായത് നീ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല, എന്താണ് അങ്ങനെ ഇങ്ങനെയെന്നൊന്നും ചോദിച്ചിട്ട്. അവളാണെങ്കിൽ നമ്മളുടെ ഷിയുവിൻ്റെ അടുത്ത് പറയും, അല്ലേലും നിനക്ക് ഇവിടെ നിൽക്കാൻ ഭയങ്കര കൺജസ്റ്റഡ് അല്ലേ, അതുകൊണ്ട് നീ മാറുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ടായിരുന്നാലും അവളെ നല്ലതുപോലെ പാക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേസമയം തന്നെ നമ്മളുടെ യുവിനെ കാണിക്കും. അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ എപ്പോഴും ആ വീട്ടിലായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യു അവിടെ പറയും, എന്തായിരുന്നാലും നീ ഇനി ഇങ്ങോട്ടേക്ക് വരുന്നതൊക്കെ ഒന്ന് കുറയ്ക്കണം. എന്താന്ന് വെച്ചാൽ ഇവിടെ ഇനി ഒരു പെങ്കൊച്ചും കൂടി വന്ന് താമസിക്കാൻ പോവുക. ഇത് കേൾക്കുന്നേ അവൻ്റെ ഫ്രണ്ട് ചോദിക്കും, നീ അപ്പോൾ അവളുമായിട്ട് ലിവിങ് ടുഗദർ ജീവിക്കാൻ പോവുകയാണോ? സത്യം പറഞ്ഞോ, നീയും അവളും തമ്മിൽ സീക്രട്ടായിട്ട് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലല്ലേ? ഇത് കേൾക്കുന്നേ നമ്മളുടെ യു പറയും, അങ്ങനെയൊന്നുമില്ല, അവളുടെ സിറ്റുവേഷൻ കാരണമാണ് ഞാൻ അതിന് സമ്മതിച്ചത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഷിയു ആണെങ്കിൽ ആ വീട്ടിലോട്ട് ഷിഫ്റ്റ് ആവുന്നതാണ്. ഷിഫ്റ്റ് ആയത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. അവളുടെ ബോസ് ആണെങ്കിൽ അവളെ മര്യാദയ്ക്ക് എവിടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല, എപ്പോഴും ഇങ്ങനെ ജോലി കൊടുത്തുകൊണ്ടിരിക്കും. ഒരു പണിയും ഇല്ലെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയും, കാറ് വാഷ് ചെയ്ത് തരണം, നീ വണ്ടി ഓടിക്കുന്നത് കൊണ്ടാണ് എൻ്റെ വണ്ടി ഇത്രയും മോശമായിട്ടിരിക്കുന്നത് എന്ന്. അങ്ങനെ നമ്മളുടെ ഷിയു ആയിരുന്നാലും ആ കാറൊക്കെ നല്ലതുപോലെ വാഷ് ചെയ്ത് കൊടുക്കും. ഇത് കാണുന്നേ നമ്മളുടെ യു അവിടെ പറയും, എന്തായിരുന്നാലും നിനക്ക് ജോലി പോയാലും ജീവിക്കാനുള്ള മാർഗമുണ്ട്, നീ നല്ലതുപോലെ തന്നെ ആ കാറ് വാഷ് ചെയ്യുന്നത് എന്ന്. ഇത് കേൾക്കുന്നേ അവൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൾ പെട്ടെന്ന് തന്നെ ഇവൻ്റെ ദേഹത്തായിട്ട് ഉള്ള വെള്ളം എല്ലാം കൂടി അടിച്ചങ്ങ് തെറിപ്പിക്കും. ഇവർക്കിടയിൽ എപ്പോഴും ഇതേ കണക്ക് കുഞ്ഞു കുഞ്ഞു ഫൈറ്റ് നടന്നുകൊണ്ടേ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഷിയുനെ തന്നെയാണ്. അവളാണെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് തന്നെ അവളുടെ ഫ്രണ്ട് ത്രൂ അറിയും. അതായത് നമ്മളുടെ ഷിയുവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഇപ്പോൾ അപകടത്തിലാണ് എന്ന്. അങ്ങനെ അവൾ അത് തിരക്കി പോകുന്നതാ. യഥാർത്ഥത്തിൽ സംഭവം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിയുവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഇപ്പോൾ ഒരു കോഫി ഷോപ്പല്ലേ നടത്തുന്നത്. അവിടെയായിട്ട് അതിൻ്റെ ഓണർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങളുടെ റെൻറ്റ് കൂട്ടാൻ പോവുകയാണ്, അതേപോലെ തന്നെ നിങ്ങൾ ഫൈനും അടയ്ക്കേണ്ടതായിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേയും അവൾ ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. ഒരു ടൈമിൽ തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഗെയിമിങ്ങിലുള്ള ആ ഒരു ബോസില്ലേ, അവൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ കോഫി ഷോപ്പ് ഓണറിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, ഞങ്ങളുടെ ഗെയിമിലായിട്ട് അതിൻ്റെ ഫുൾ ഫുട്ടേജ് ഉണ്ട്, അത് ഞാൻ എന്തായിരുന്നാലും എടുത്തു തരാം. അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന്. ഈ കംപ്ലൈൻറ്റ് ചെയ്തത് വേറെ ആരുമല്ല, അതാ മറ്റേ ആൾ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ എന്ന്. അങ്ങനെ നമ്മളുടെ ഷിയുവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ വേഗം തന്നെ ആ ഒരു ഫുട്ടേജ് എടുത്തിട്ട് ഓൺലൈനിലായിട്ട് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് എല്ലാവരും
ചോദിക്കും, നിങ്ങൾ തന്നെ പറ, ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റ്. ഈ സംഭവം കയറി നല്ലതുപോലെ അങ്ങ് വൈറലാവും. അതുകൊണ്ട് തന്നെ അയാളുടെ ജോലിക്കും ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും. അയാളെ അയാളുടെ സുപ്പീരിയർ ആണെങ്കിൽ വിളിച്ചിട്ട് നല്ലതുപോലെ വഴക്ക് പറയും. ആ ഒരു സമയത്തായിട്ട് തന്നെ നമ്മളുടെ ഷിയു അവളുടെ ഫ്രണ്ടിനെയും കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ നല്ലതുപോലെ തകർന്നിരിക്കുക. പെട്ടെന്ന് തന്നെ ഷിയു പറയും, നീ വിഷമിക്കേണ്ട, ഞാൻ എന്തായിരുന്നാലും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വണ്ടിയെ എടുത്ത് പുറത്തോട്ട് പോകാനായിട്ട് ഒരുങ്ങും. ഇപ്പം നമ്മളുടെ ഷിയുവിൻ്റെ കയ്യിലിരിക്കുന്ന വണ്ടി വേറെ ആരുടെയല്ല, നമ്മളുടെ യുവിൻ്റെ തന്നെ ആയിരുന്നല്ലോ. അങ്ങനെ രണ്ടുപേരും പുറത്തോട്ട് പോകുന്ന സമയത്താണ് നമ്മളുടെ ഈ കംപ്ലൈൻറ്റ് ചെയ്ത ആളില്ലേ, അയാൾ ഇവരെ രണ്ടുപേരെയും കാണുന്നത്. അയാൾ പെട്ടെന്ന് തന്നെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇവരുടെ പുറകെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരാനൊരുങ്ങും. എന്നാൽ ഇതും കണ്ടുകൊണ്ട് വരുന്ന വേറൊരു വണ്ടിക്കാരനാണെങ്കിൽ ഇയാളെ തടഞ്ഞങ്ങ് നിർത്തും. ഇത് കാണുന്നത് നമ്മളുടെ ഷിയു ആയിരുന്നാലും അവളുടെ ഫ്രണ്ട് ആയിരുന്നാലും നല്ലതുപോലെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ആൾ വേറെ ആരുമല്ല, നമ്മളുടെ ഷിയുവിൻ്റെ ആ എനിമിയായിട്ടുള്ള കമ്പനിയിലെ കമ്പനിയിലെ ബോസായിട്ടുള്ള പേസങ് തന്നെയായിരുന്നു. അവനാണെങ്കിൽ ഇയാളുടെ കൂടെ വണ്ടി ഓടിച്ച് ഇയാളെ എങ്ങനെയെങ്കിലും ലോക്ക് ചെയ്ത് നിർത്തും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പേസങ്ങിൻ്റെ വണ്ടിക്ക് നല്ല കാര്യമായിട്ടുള്ള ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അവൻ അതൊന്നും വലിയ കാര്യമാക്കത്തൊന്നുമില്ല. അങ്ങനെ അവനാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളിനെ എങ്ങനെയെങ്കിലും പോലീസിൻ്റെ പിടിച്ചേൽപ്പിക്കും. ഇതറിയുന്നത് നമ്മളുടെ ഷിയൂനായിരുന്നാലും അവളുടെ ഫ്രണ്ടിനായിരുന്നാലും ഒരുപാട് സന്തോഷമാവും. കാര്യം ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ നിന്ന് പേസങ് തന്നെയല്ലേ അവരെ ഇപ്പോൾ രക്ഷിച്ചിരിക്കുന്നത്. അവൾക്ക് നല്ല വിഷമമുണ്ട് അവൻ്റെ കാർ ഇപ്പോൾ ഒരു പരുവമായതിൽ. എന്നാൽ അവനെ സംബന്ധിച്ച് ഇത്രയും പണക്കാരനായ അവന് കാറിനാണോ ക്ഷാമം? അവൻ അതൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളുടെ ഷിയുവും അവളുടെ ഫ്രണ്ടും അവിടുന്ന് പോകുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ പേസങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് ചോദിക്കും, സാർ എന്തിനാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഇത്രയും ടൈം വേസ്റ്റ് ചെയ്തത് എന്ന്. ഉടനെ തന്നെ പേസങ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏറ്റവും ചെറിയ മീനുകളാണെങ്കിലും വലിയ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരെ കയ്യിലെടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേസങ്ങിന് നല്ലതുപോലെ അറിയാം നമ്മളുടെ ഷിയു ഓടിച്ചിരുന്ന വണ്ടി വേറെ ആരുടെയല്ല, നമ്മളുടെ യുവിൻ്റെ തന്നെയാണ് എന്ന്. അതിൻ്റെ അർത്ഥം നമ്മുടെ യുവിനെ തോപ്പിക്കണമെങ്കിൽ ഷിയു വിചാരിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയാസം സാധിക്കും. ഷിയു തന്നെയാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കരു എന്ന് നമ്മളുടെ പേസങ്ങിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവനിപ്പോൾ ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഷിയു ആണെങ്കിൽ നേരെ അവളുടെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെ നമ്മളുടെ യു ആയിരുന്നാലും ഇവക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അവൻ ചോദിക്കും, നീ ഇത്ര ലേറ്റ് ആയത് എന്താ? നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഇവിടെ ഡിസൈനൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആണെങ്കിൽ പറയും, നീ എന്നോട് ക്ഷമിക്കണം, നിൻ്റെ കാറിന്ന് ഒരു കാറുമായിട്ട് ചെന്ന് ഇടിച്ച് ആക്സിഡൻ്റ് ആവേണ്ടതായിരുന്നു. ഇത് കേട്ട ഉടനെ നമ്മളുടെ യു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചോദിക്കുന്നത്, നിനക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ, നീ ഓക്കെ അല്ലേ? അങ്ങനെ നമ്മളുടെ ഷിയു അവിടെ നടന്ന കാര്യമെല്ലാം പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ യു ആയിരുന്നാലും ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൻ ചോദിക്കും, എന്നാലും ആ പേസങ് എങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന്. ഇവന് നല്ല വിഷമവും ഉണ്ട് അവൻ അവിടെ പ്രസൻ്റ് ആവാഞ്ഞേര്. പെട്ടെന്ന് തന്നെ നമ്മളുടെ യു ആണെങ്കിൽ ഷിയുവിൻ്റെ അടുത്ത് പറയും, നീ ഒരു കാര്യം ചെയ്യണം, എന്തൊക്കെയായിരുന്നാലും ഇനി എന്ത് അപകടം പറ്റിയാലും ആദ്യമേ നീ എന്നെ വേണം വിളിക്കാൻ. എന്നിട്ട് അവൻ അതിൻ്റെ ഇടയിൽ കൂടെ പറയും, എന്തൊക്കെയായിരുന്നാലും കാറിൻ്റെ ഓണറിനെ വേണ്ടേ ആദ്യമേ ഈ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയായിട്ട് നമ്മളുടെ യുവിന് നല്ല വ്യക്തമായിട്ട് അറിയാം പേസങ് ഇപ്പോൾ നമ്മളുടെ ഷിയുവിനെ തന്നെയാണ് നോട്ടം ഇട്ട് വെച്ചിരിക്കുന്നത് എന്ന്, അവളെ എങ്ങനെയെങ്കിലും വശത്താക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.